പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി ഇന്ത്യ റെഡിൽ തന്നെ തുടരുകയാണ്. കോവിഡ് സാഹചര്യങ്ങൾ പരിഗണിച്ച് ബ്രിട്ടൻ പുതുക്കി നിശ്ചയിച്ച പട്ടികയിലും ഇന്ത്യ യാത്രാവിലക്കുള്ള രാജ്യങ്ങളുടെ റെഡ് ലിസ്റ്റിൽ തന്നെ തുടരുന്നത് വലിയ ആശങ്കയാണ് നൽകുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ വീണ്ടും റെഡ് ലിസ്റ്റിൽ ആയതോടുകൂടി ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ നാട്ടിൽ പോകാനുള്ള കാത്തിരിപ്പ് ഇനിയും അനിശ്ചിതമായി തന്നെ നീളും. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ അടുത്ത റിവ്യൂവും റീഷഫിളും ഉണ്ടാകുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ തോതനുസരിച്ച് രാജ്യങ്ങളെ ട്രാഫിക് ലൈറ്റ് സംവിധാനത്തിൽ പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിൽ തരംതിരിച്ച് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രീതി ഫെബ്രുവരി 15 മുതലാണ് ബ്രിട്ടൻ തുടക്കം കുറിച്ചത്. 30 രാജ്യങ്ങളായിരുന്നു ആദ്യം ഇത്തരത്തിൽ റെഡ് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നത്. കോവിഡിന്റെ അതിതീവ്ര വ്യാപനം ഉണ്ടായതോടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിൽ ആക്കുകയായിരുന്നു. ആയതിനാൽ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിലേക്കോ തിരിച്ചോ ബ്രിട്ടൻ യാത്ര അനുവദിക്കില്ല. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നവർ 1750 പൗണ്ട് മുൻകൂറായി അടച്ച് നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീന് വിധേയരാക്കേണ്ടി വരും. ക്വാറന്റീനിടെ സ്വന്തം ചിലവിൽ 2 വട്ടം PCR ടെസ്റ്റും നടത്തണം. ഇത് ലംഘിച്ചാൽ 10,000 പൗണ്ട് വരെ പിഴയും 10 വർഷം വരെ തടവും ലഭിക്കുന്നതായിരിക്കും. 4 പേരുള്ള കുടുംബം യാത്ര ചെയ്യണമെങ്കിൽ തന്നെ ക്വാറന്റീൻ ചിലവായി മാത്രം നൽകേണ്ടത് 3050 പൗണ്ടാണ്. ഇന്നത്തെ വിനിമയ നിരക്കിൽ 3 ലക്ഷത്തിന് മുകളിലുള്ള തുകയാണിത്. അതോടൊപ്പം ഓരോ രാജ്യത്തെയും കോവിഡ് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജോയിന്റ് ബയോ സെക്യൂരിറ്റി സെന്റർ നൽകുന്ന ഉപദേശപ്രകാരമാണ് രാജ്യങ്ങളെ വിവിധ വർണ്ണങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബുധനാഴ്ച നടത്തിയ അവലോകനത്തിലാണ് ഇന്ത്യ താൽക്കാലത്തേക്ക് റെഡ് ലിസ്റ്റിൽ തന്നെ നിർത്താൻ തീരുമാനമുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളാണ് പുതിയ റെഡ് ലിസ്റ്റിൽ തുടരുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവയും ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടന്റെ ഓവർസീസ് ടെറിട്ടറികളും ഉൾപ്പെടെ 30-ൽ താഴെ സ്ഥലങ്ങളെയാണ് ക്വാറന്റീനിൽ വേണ്ടാത്ത ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളെല്ലാം ഹോം ക്വാറന്റീൻ അനിവാര്യമായ ആംബർ ലിസ്റ്റിലാണ്. ഇന്ത്യയും ആംബർ ലിസ്റ്റിലാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ. ക്യൂബ, ഇന്തോനേഷ്യ, മ്യാൻമാർ, സിയാറ ലിയോൺ എന്നീ രാജ്യങ്ങളെയാണ് ഇന്നലെ പുതുതായി റെഡ് ലിസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നത്. ഗ്രീൻ ലിസ്റ്റിലായിരുന്ന ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്, ബെലാറിക് ഐലൻഡ് എന്നിവയെ ആംബർ ലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ആംബർ ലിസ്റ്റിലായിരുന്ന ബൾഗേറിയ, ഹോങ്കോങ് എന്നിവയെ ഗ്രീൻ ലിസ്റ്റിലേക്ക് മാറ്റി. ക്രൊയേഷ്യ, തായ്വാൻ എന്നീ രാജ്യങ്ങളെ ഗ്രീൻ ലിസ്റ്റിലാക്കിയിട്ടുണ്ട്. നിലവിലെ സ്ഥിതി മോശമായാൽ ഇവരും ആംബർ ലിസ്റ്റിലാക്കും. ഈ മാസം 19 മുതലാണ് റീഷഫിൾ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.